ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു മലയാളം വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേയായി റിക്വസ്റ്റ് വരുന്ന മലയാളത്തിൽ വ്ളോഗ് ചെയ്യാൻ, സോ ഹിയർ ഇറ്റ് ഈസ്. ഈ വീഡിയോയിൽ ഞാൻ ലഞ്ചും ഡിന്നറിൻ്റെ റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. ഇതിലെല്ലാം എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പീസാണ്. കുറച്ചെല്ലാം ഉമ്മാൻ്റെ ക്ലാസിക് എപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പീസും പിന്നെ കുറച്ച് പുതിയതായിട്ട് ഉമ്മ ട്രൈ ചെയ്ത് നോക്കിയതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോക്കുക. ഇതിൽ നല്ല സൂപ്പർവായിട്ടുള്ള കുറേ റെസിപ്പീസ് ഉണ്ട്. സോ ഫസ്റ്റ് ലഞ്ച് റെസിപ്പീസിൽ സ്റ്റാർട്ട് ചെയ്യാം. ഉമ്മാൻ്റെ തേങ്ങ അരച്ച മീൻ കറിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സർ ജാറിൽ തേങ്ങ, വലിയ ജീരകം, ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ലോണം പൗഡർ പോലെ അരച്ചെടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കോക്കനട്ട് മിൽക്ക് പൗഡർ ഇടുമ്പോൾ അതിനെ കൊണ്ട് നല്ല ക്രീമി അരപ്പ് കിട്ടും. അപ്പം കറിയാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കുറച്ച് ഉലുവ ഇട്ട് ചെറിയ ഉള്ളി ഇട്ട് ജസ്റ്റ് സോട്ടേ ചെയ്ത് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതായിട്ടിട്ട് നമ്മ റെഡ് ചില്ലി പൗഡറും കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ ഇതെല്ലാം ഒരു ബൗളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും ഇട്ട് മറ്റേ റോ സ്മെല്ല് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് പിന്നെ വാട്ടർ ഒഴിച്ചിട്ട് അത് നല്ലോണം കുറച്ചൊന്ന് തിളപ്പിച്ച് എന്നിട്ട് പിന്നെ തക്കാളിയിലിട്ട് എന്നിട്ട് അതിങ്ങനെ നല്ലോണം തിളക്കട്ടെ. അപ്പം തന്നെ ഉമ്മ അതിൽ പച്ചമാങ്ങ ഇട്ടത് ഉപ്പും ഇട്ട് എന്നിട്ട് അത് നല്ലോണം ബോയിൽ ചെയ്യാൻ വെച്ച് ചെറിയ തീയിൽ മൂടിയിട്ട് അപ്പം തക്കാളിയെല്ലാം നല്ലോണം മാഷ്ഡായിട്ട് നല്ല ഒരു ഈ ഉള്ളി ഇതൊന്നും ഇങ്ങനെ വേറെ കാണാത്ത രീതിയിൽ എത്തിയതിന് ശേഷം ഉമ്മ ക്ലീൻ ചെയ്ത മീൻ അതിലേക്കിട്ട് ഇത് സീ ബ്രീമാണ്. നമ്മളെ ഫേവറേറ്റ് ഫിഷ് ഇസ് ഓൾവേസ് സീ ബ്രീം. അതിട്ട് ഫിഷ് കുക്ക് ചെയ്യാൻ വെച്ചു. ഫിഷ് കുക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു 8 to 10 മിനിറ്റ്സ് മതി ഫിഷ് കുക്ക് ചെയ്യാൻ. ഫിഷ് കുക്ക് ചെയ്തതിന് ശേഷം അരച്ച തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ചെറിയ തള വരുമ്പോൾ ഓഫാക്കി എന്നിട്ട് ലാസ്റ്റ് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കറി റെഡിയായി. അരച്ച തേങ്ങ ഒഴിക്കുന്നതിന് മുമ്പ് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് പറയാൻ മറന്നു. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തേങ്ങ നല്ലോണം അരക്കണം, നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരക്കണം, എന്നാലേ കറി ടേസ്റ്റായിട്ട് വരും. പിന്നെ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനുള്ള ഒരു അടിപൊളി സാധനമാണ് ഈ ചെമ്മീൻ വറവ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഇട്ട് വെളുത്തുള്ളി ഇട്ട് അത് നല്ല സോഫ്റ്റ് ആകുന്ന വരെ ഇങ്ങനെ കുക്ക് ചെയ്ത് കുറച്ച് സമയം. ഞാൻ ഇത് ചെയ്യുമ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്ത് ആദ്യം ഞാൻ ചെമ്മീൻ മാത്രം ഒറ്റയ്ക്ക് ഗ്രൈൻഡ് ചെയ്ത് അങ്ങനെയല്ല ചെയ്യേണ്ട. ഈ ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെമ്മീൻ്റെ കൂടെ ഇട്ടിട്ടാണ് ഒരുമിച്ചിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഉള്ളിയെല്ലാം വഴഞ്ഞതിന് ശേഷം അതിലേക്ക് ഡ്രൈഡ് റെഡ് ചില്ലി ഇട്ട് കശ്മീരി ചില്ലി ഇട്ട് പിന്നെ കറിവേപ്പില ഇട്ട് അതെല്ലാം ഒന്ന് സോട്ട് ചെയ്ത് അങ്ങനെ വഴറ്റിയ സാധനങ്ങളെല്ലാം ചെമ്മീനും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് അരക്കേണ്ടത്. അതെല്ലാം അരച്ചതിന് ശേഷം ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി ഓയിൽ വേണമെങ്കിൽ ഇടാം. എന്നിട്ട് ഈ അരപ്പതിലേക്ക് ഇട്ടിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. ഒരു കീമ സ്റ്റൈലിലായിട്ട് വരും ഇത്. ഈ ചെമ്മീനിൽ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് നമുക്ക് എരിവ് കുറച്ച് കുറവ് പോലെ തോന്നിയുണ്ട്, ഓപ്ഷനിലാണ്. പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം അത് കുക്ക് ചെയ്ത് ഡ്രൈ ആകുന്ന വരെ. ആൻഡ് ദാറ്റ്സ് ഹൗ ദ ചെമ്മീൻ ചമ്മന്തി ഓർ ചെമ്മീൻ വറവ്, എന്താ ഇതിനെ പറയണ്ടേ എന്ന് എനിക്കറിയില്ല. ഈ ഒരു സാധനം റെഡിയായി. ഇത് മാത്രം മതി ആക്ച്വലി ചോറിൻ്റെ കൂടെ. നല്ല ടേസ്റ്റാണ്, ടു മച്ച് ഫ്ലേവറാണ് ഇതിൻ്റെ ഉള്ളിൽ. സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അടുത്തതും ചീര വറവാക്കുമ്പോൾ അതിനു വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കടുക് പൊട്ടിച്ച് ഡ്രൈഡ് റെഡ് ചില്ലീസ് ഇട്ട് എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് മോസ്റ്റ്ലി ചെറിയ ഉള്ളി യൂസ് ചെയ്ത് ഇങ്ങനത്തെ നാടൻ കുക്കിങ്ങിന് നല്ലൊരു ഫ്ലേവറാണ് ചെറിയ ഉള്ളിക്ക് നമ്മൾ നോർമൽ വലിയ ഉള്ളിനെയും കാട്ടി. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് എന്നിട്ട് അതും കുറച്ച് സമയം സോട്ട് ചെയ്തിട്ട് മുറിച്ച് വെച്ച ചീരയും കോക്കനട്ടും ഉപ്പും ഇട്ടിട്ട്
അത് കുറച്ച് വലിയ തീയിൽ തന്നെ ഈ ഇലകളെല്ലാം വാടുന്ന വരെ അത് കുക്ക് ചെയ്തെടുത്ത് അധിക സമയം കുക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ മറ്റേ ചീരൻ്റെ പച്ച കളറിലും മാറിയിട്ടൊരു ബ്രൗൺ കളറാവും. സോ ജസ്റ്റ് അതെല്ലാം ഒന്ന് സോഫ്റ്റൻ ആകുന്ന വരെ കുക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്രിസ്പി കുർക്കുറെ ബിൻഡി ആക്കുന്ന ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, പക്ഷെ നമ്മളെ ഫേവറേറ്റ് ഇവിടെ. അതിന് വേണ്ടിയിട്ട് വെണ്ടക്ക മുറിച്ച് വെച്ച് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾ, പിന്നെ ക്യൂമിൻ പൗഡർ, ഗരം മസാല പൗഡർ, കൊറിയാൻഡർ പൗഡർ, ഉപ്പ്, ഓയിൽ. ആക്ച്വലി ഞാൻ എയർ ഫ്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ഓയിൽ ഇട്ടത്. ഓയിലിൻ്റെ ആക്ച്വലി ആവശ്യമില്ല. എയർ ഫ്രൈ ചെയ്തപ്പോൾ അത്ര ശരിയായിട്ടില്ല, അങ്ങനെ നമ്മൾ ഡീപ്പ് ഫ്രൈ തന്നെയാണ് ചെയ്തത്. അത് ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ട് അതിൽ റൈസ് പൗഡർ ആൻഡ് കടലമാവ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം മിക്സ് ആക്കിയിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടെടുത്ത്. അങ്ങനെ അൽഹംദുലില്ലാ ചോറ് റെഡിയായി. നമുക്കിവിടെ എല്ലാ ദിവസവും ഉച്ചക്ക് സാധാ ചോറും ഇങ്ങനത്തെ കറിയും വറവെല്ലാം ഉണ്ടായാൽ, ഞാനവിടെ കുവൈത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് വീക്ക്ലി വൺസ് മാത്രമേ ചോറ്. ഇവിടെ നിന്ന് എല്ലാ ദിവസവും തന്നെ, പക്ഷെ ഒരിക്കലും മടുക്കൂല. ഉമ്മാൻ്റെ ചോറും കറിയും ഇസ് ദ ബെസ്റ്റ് തിങ് ടു ഹാവ് എവർ. അങ്ങനെ ഇതാണ് ലഞ്ച് റെസിപ്പീസ്. നെക്സ്റ്റ് നമുക്ക് ഡിന്നർ റെസിപ്പിയിൽ പോവാം. ഡിന്നറിന് ഒരു വെജിറ്റബിൾ കറി ആക്കുന്നത്, എനിക്ക് ഈ കറി നല്ലോണം ഇഷ്ടമായി. ഇതൊരു ബട്ടർ ചിക്കൻ ടൈപ്പ് ബട്ടർ വെജിറ്റബിൾസ് എന്നും പറയാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഗീ ചൂടാക്കിയിട്ട് ഹോൾ ഗരം മസാല ഇട്ട്, എന്നിട്ട് അതിൽ തന്നെ ഡ്രൈഡ് കസൂരി മേത്തി ഇട്ടിട്ട് നല്ല മണം വരുമ്പോഴേക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് മുറിച്ചത്, കുറച്ച് വെളിങ്ങനെ തന്നെ മുറിച്ചാലും പ്രശ്നമില്ല, എന്നിട്ട് ഗ്രൈൻഡ് ആക്കും. പിന്നെ എന്നിട്ട് അപ്പം തന്നെ അതിൽ തക്കാളി ഇട്ട്, അങ്ങനെ ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ വലിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ സോട്ട് ചെയ്തെടുത്ത് അതിൽ തന്നെ കാഷ്യൂ നട്ട്സ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്ത് ഇങ്ങനെ സോഫ്റ്റായിട്ട് വരുമ്പം അതൊരു ബ്ലെൻഡർ ഗ്രൈൻഡർ ജാറിലാണ് ഇട്ടിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ടെടുക്കാം. എന്നിട്ട് പാനിൽ ബട്ടർ ഇട്ട് പച്ചമുളക് ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട്, അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടിയും കസൂരി മേത്തിയിട്ട്, പിന്നെ സ്പൈസ് പൗഡേഴ്സ് ഇടലാണ്. റെഡ് ചില്ലി പൗഡറും കൊറിയാൻഡർ പൗഡർ, ടർമറിക് പൗഡർ, ഇത് മൂന്നിട്ടിട്ട് അതും റോ സ്മെല്ല് മാറുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അതിലോട്ടേക്ക് അരച്ച് വെച്ച മറ്റേ ഉള്ളി തക്കാളിൻ്റെ പേസ്റ്റിൽ അത് അതിലേക്ക് തിരിച്ചിടാം. എന്നിട്ട് നല്ലോണം കുക്ക് ചെയ്യുക, ഒരു 5 to 10 minutes വരെ. എന്നിട്ട് കുറച്ച് വാട്ടർ ഒഴിച്ച് അത് തിളക്കുമ്പം അതിലേക്ക് മുറിച്ച് വെച്ച വെജിറ്റബിൾസ് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം, എന്താ വേണ്ടതെന്ന് നോക്കിയിട്ട് ഇടാ. കോളിഫ്ലവറും ക്യാരറ്റും ഇട്ട്, കോണും സ്വീറ്റ് കോണിലിട്ടാൽ നല്ല രസമുണ്ടാവും, അതും ബീൻസ് എന്തും ഇടാം. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു 10 minutes കുക്ക് ചെയ്യാൻ വെച്ച്, ലാസ്റ്റ് അതിൽ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് മല്ലിയിലിട്ട് പിന്നെ ക്രീം ഒഴിച്ച്, ദാറ്റ്സ് ഇറ്റ്. കറി റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി തീരെ പരിചയമില്ലാത്തതാണ് വെജിറ്റബിൾ ബേസ്ഡ് കറീസ്. ആസ് യു ക്യാൻ സീ എൻ്റെ ബ്ലോഗിൽ എവിടെയും തന്നെ വെജിറ്റബിൾ കറീസ് വളരെ കുറവാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആക്കുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ഉമ്മ നല്ലൊരു വെറൈറ്റി ചപ്പാത്തിയാണ് ആക്കിയത്. അതിൽ ഉമ്മ ആദ്യം ചോറെടുത്തിട്ട് അരച്ചൊരു പേസ്റ്റ് ആക്കിയിട്ട്, പിന്നെ ഒരു കൈയോടും ചെയ്ത് ഒബ്വിയസ്ലി സാധാ ചപ്പാത്തി കുഴക്കുന്ന പോലെ. പക്ഷെ ഞാൻ സ്റ്റാൻഡ് മിക്സർ എടുത്ത് അതിലേക്ക് ആട്ട, മൈദ, പിന്നെ ഈ അരച്ച് വെച്ച ചോറും ഉപ്പും കൂടി ഇട്ടിട്ട് അത് നല്ലോണം നീഡ് ചെയ്ത് നല്ല സോഫ്റ്റ് ഡോ ആകുന്ന വരെ എന്നിട്ട് സാധാ ചപ്പാത്തി ആക്കുന്ന പോലെ തന്നെ ആക്കിയിട്ട് സാധാ ചപ്പാത്തി പോലെ ആക്കുക. അല്ലെങ്കിൽ ഇവിടെ ഉമ്മാക്കുന്ന പോലെ മടക്കി പരത്തിയിട്ടില്ല ചപ്പാത്തി ആക്കുക. അങ്ങനെ ആക്കുമ്പോൾ കുറച്ച് ലെയേഴ്സ് എല്ലാം കിട്ടി നല്ല രസമുണ്ടായിരുന്നു. ചപ്പാത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് വേണ്ടി ഫസ്റ്റ് ചപ്പാത്തി നോർമൽ റൗണ്ട് ചപ്പാത്തി ആയിട്ട് റോൾ ചെയ്യുക. എന്നിട്ട് അതിന് മേലെ ഗീ ഇങ്ങനെ പരട്ടി കൊടുക്കുക. എന്നിട്ട്
ഗീൻ്റെ മേലെ കുറച്ച് മൈദ സ്പ്രിങ്കിൾ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക രണ്ട് സൈഡിൽ നിന്നും. എന്നിട്ട് അഗൈൻ കുറച്ച് ഗീ പറ്റിയിട്ട് മൈദ മേലെ സ്പ്രിങ്കിൾ ചെയ്ത് എന്നിട്ട് ഫൈനൽ ഫോൾഡ് ഇങ്ങനെ ഒരു ബോക്സ് പോലെ. എന്നിട്ട് അഗൈൻ അത് പരത്തിയെടുക്കാം. ഒരു സാധാ ചപ്പാത്തി ചുടുന്ന പോലെ ചുട്ടെടുക്കുക രണ്ട് സൈഡും. എന്നിട്ട് കുറച്ച് ഗീയും പറ്റിയിട്ട് എടുക്കാം. ഈ നല്ല സോഫ്റ്റ് ചപ്പാത്തിയും ആ ക്രീമി വെജിറ്റബിൾ കറിയും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു. നമുക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമായി. ഇതിൻ്റെ എല്ലാം റെസിപ്പി ഇൻഷാല്ലാ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചപ്പാത്തിൻ്റെ റെസിപ്പി ഞങ്ങൾക്ക് ഒന്നും കൂടി ആക്കണം. പ്രോപ്പർ എക്സാക്റ്റ് മെഷർമെൻറ്റ്സ് എഴുതാൻ മറന്നുപോയി. സോ ഇൻഷാല്ലാ ഐ മേക്ക് ഇറ്റ് അഗൈൻ ആൻഡ് പോസ്റ്റ് ഇറ്റ്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചപ്പാത്തി എന്ത് സോഫ്റ്റ് ആണെന്ന്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ കുറേ ലെയേഴ്സും ഉണ്ട്. പിറ്റേ ദിവസവും നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു ചപ്പാത്തി. എന്തായാലും ഇൻഷാല്ലാ ഇതിൻ്റെ റെസിപ്പി ഐ വിൽ ബി ഷെയറിങ് വെരി സൂൺ. ഇത്ര തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഫ് യു ക്യാൻ പ്ലീസ് ഇൻക്ലൂഡ് മൈ ഉമ്മ ഇൻ യുവർ പ്രേയേഴ്സ്, ഇറ്റ് വുഡ് മീൻ എ ലോട്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോസാണ് കാണാൻ ഇഷ്ടം, എന്ത് റെസിപ്പി ആണ് ഉൾപ്പെടുത്തണ്ടേ, അങ്ങനെ എന്തും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിലിടാം. അത് നോക്കിയിട്ട് ആ ടൈപ്പ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ നോക്കും ഇൻഷാല്ലാ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യ്, കമൻറ്റ്, ഷെയർ ചെയ്യ് നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ അടുത്ത്. സബ്സ്ക്രൈബ് ചെയ്യ് ഇഫ് യു ഡിഡ്ന്റ്. Until next time, bye. Thank you so much for watching.